നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. ഡൽഹി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് സമരത്തിൽ പങ്കെടുത്തത്. കോട്ടയം കളക്ടറേറ്റ് പടിക്കൽ നിന്നും മാർച്ച് ആരംഭിച്ചു. പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നു. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും വിദ്യാർത്ഥികൾ പിന്മാറിയില്ല. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രവിഷ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ എന്നുള്ളത്, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം എന്നുള്ളത് നിഷേധിക്കാൻ വേണ്ടിയുള്ള പല വിധങ്ങളായിട്ടുള്ള ശ്രമങ്ങളാണ് ഈ രാജ്യത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്, ഒരു മാസക്കാലമായി ഇവിടെ സമരങ്ങൾ നടക്കുന്ന സമയത്ത് അതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ വേണ്ടി, അതിനൊന്ന് അഡ്രസ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായിട്ടില്ല, ധർമ്മേന്ദ്ര പ്രധാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ വിദ്യാർത്ഥികളിൽ തന്നെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പോലും തയ്യാറാവാത്ത വിധത്തിലേക്കാണ് പോകുന്നത്. ഇതിനെതിരെ സമരം എന്നുള്ള നിലയിലേക്ക്, കൃത്യമായി എസ്എഫ്ഐ എന്നുള്ള നിലയിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് വരികയാണ്. ജോലിക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് സർക്കാരിന്റെ നടപടി കൊണ്ട് തകർന്നതെന്ന് പ്രവിഷ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് അസ്ലം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സിബിൻ, നികിത ആദിത്യ, വൈഷ്ണവി ഷാജി, ജില്ലാ സെക്രട്ടറി രാഹുൽ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.